കൊടുവള്ളിയിലെ കേക്ക് മുറി വിവാദത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ്. CI AK അഭിലാഷ് കൊടുവള്ളിയിലെ ജനകീയൻ എന്ന യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഫിജാസ് കൊടുവള്ളി. സ്റ്റേഷനിൽ കേക്ക് മുറിച്ചത് വിവാദമാകുമെന്ന് ആരും കരുതിയില്ല. CIക്കെതിരെ നടപടിയെടുത്താൽ കൊടുവള്ളിയിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഇങ്ങനെ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൊടുവള്ളി അഭിലാഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ജനകീയനെ കൊടുവള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഒരു കേക്ക് മുറിയെ വിവാദമായിട്ടുള്ളൂ. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്, വിവിധ സംഘടനകൾ വന്നിട്ടുണ്ട്, ആർക്കാരും ലീഗ് വന്നിട്ടുണ്ട്, പിന്നെ BJPക്കാരോട് വന്നിട്ടുണ്ട് എന്നാണ് കേട്ടത്. പിന്നെ DYFI നേതാക്കളൊക്കെ സ്റ്റാറ്റസ് വന്ന് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളതിലെന്ത് വന്നിട്ടില്ല, പിന്നെ വൈറലായിട്ടില്ല എന്നേ ഉള്ളൂ. വീഡിയോ എടുത്ത് പിന്നീട് എന്താക്കിയിട്ട് വൈറലായിട്ടില്ല. പിന്നെ ഈ ഒരു കേക്ക് മുറിയായിട്ട് ബന്ധപ്പെട്ട് സാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഭരണവശത്തുള്ള പാർട്ടിയാണ്, ഭരണവശത്തുണ്ടായിരുന്നു, പ്രതിപക്ഷത്താണെങ്കിലും ആ പാർട്ടിനോടുള്ള റെസ്പെക്റ്റ് പിന്നെ ഏത് സമയത്തും എന്തുണ്ടാവും, പിന്നെ ഏത് പോലീസുകാർ വന്നാലും ഉണ്ടാകും. അദ്ദേഹം മാറിയാൽ അദ്ദേഹത്തിനെതിരെയാണ് എന്താ ഈ മാറ്റുന്നതിനെതിരെയാണ് ജനങ്ങൾ എന്താക്കുക തിരിയുക. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, എന്തൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിശദീകരണം? അഖില, കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കൊടുവള്ളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയായ ഫിജാസ് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് CI AK അഭിലാഷ് കൊടുവള്ളിയിലെ ജനകീയനാണെന്നും അദ്ദേഹം വന്നതിന് ശേഷം വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കൊടുവള്ളി മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നതെന്നും അതോടൊപ്പം കുറ്റവാളികളൊക്കെ തന്നെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് മറ്റു പാർട്ടിക്കാരും ആളുകളും ഒക്കെ തന്നെ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ നടത്തിയിരുന്നതെന്നും മറ്റ് ആളുകളുടെ ഒന്നും വീഡിയോകൾ വൈറലായില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഉള്ള നടപടികൾക്ക് ജനങ്ങൾ പ്രതികരിക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.